ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. പിന്നെ എന്താ പറയുക, ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വീട്ടിലേക്ക് ഡെയിലി വരുന്ന ഒരു കറുത്ത നായ്, അതിന് നമ്മൾ കർബി എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ നായിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ രക്ഷിക്കാണ്ട് പോയത് കാട്ടിലിങ്ങനെ വള്ളിക്കടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ടേ കരയുന്നുണ്ട്. എനിക്ക് തനിച്ച് പോകാൻ പേടിയായതുകൊണ്ട് അമ്മയും വരുന്നുണ്ട്. അപ്പം പാവ വന്നപ്പോൾ അവളെയും കൂട്ടിയിട്ട് പോയായിരുന്നു. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോഴേക്ക് വള്ളിയിൽ കുടുങ്ങിയിട്ട് ഒന്നിങ്ങനെ എന്താ പറയുക, രോഗശൈലിയിൽ എന്നെല്ലാം പറയില്ല, അതുപോലെ ഉണ്ടായിരുന്നു. വളരെ വീക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എടുത്ത് കിടത്തി അതിനെ സേഫായ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് പിന്നെ പുഴുവൊക്കെ ഉണ്ട്. അപ്പോൾ മരുന്ന് ഓർഡർ ചെയ്തിട്ട് വേറെ ഞങ്ങൾ നാട്ടിലത്തെ പെരിങ്ങോമത്തെ ഒരു സജീവ് എന്ന് പറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവറുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഈ സ്പ്രേ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയല്ലേ, രാത്രിയിൽ പാമ്പൊക്കെ ഉണ്ടോ, കാടൊക്കെ അല്ലേ, പാമ്പ് കടിച്ച പണി കിട്ടൂലേ. ഒരിക്കലും കടി കിട്ടിയതാണ്. അപ്പോൾ ഇനിയും ആ വേദനയൊന്നും ഓർക്കാൻ പറ്റുന്നില്ല, അത്രക്ക് പുകച്ചിലാണ്. പാമ്പിൻ്റെ കടി കിട്ടിയവർക്ക് മനസ്സിലായിട്ടുണ്ടോ. അങ്ങനെ നാളെ നമ്മൾ എല്ലാവരോടും പോയിട്ട് പട്ടിക്ക് ആ നായ്ക്കുട്ടികൾക്ക് സ്പ്രേ അടിച്ചു കൊടുക്കും. പിന്നെ ആ നായിനെ കണ്ടപ്പോൾ, അതിൻ്റെ ആ കുഞ്ഞുങ്ങളുടെ അമ്മ കർബീനെ കണ്ടപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമൻ്റ് ഇട്ടപ്പോൾ അതിന് മറുപടി അറിയാനായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അവർ പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ സ്വന്തം നായി ആണെങ്കിലും അല്ലെങ്കിലും അതിന് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കണം, അതിൻ്റെ കോലം കണ്ടില്ലേ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കമൻ്റ് ഇട്ട ആളോട് പറയാനുള്ളത്, ഈ ഇതേ നായിന വീടിലെ ചുറ്റുവട്ടത്തിലെ ആൾക്കാരൊക്കെ കാണുമ്പോൾ കല്ലെറിഞ്ഞിട്ട് ഓടിക്കുന്ന ആൾക്കാരാണ്. ഈ നായ്ക്ക് ഞാനും ഏട്ടനും ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴും പിന്നെ ഞങ്ങൾ വെറുതെ സിറ്റൗട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയെന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട്, അപ്പോൾ ആകസ്മികമായിട്ടാണ് ഈ നായിനെ നമ്മൾ കണ്ടത്. അതിന് അന്ന് തൊട്ട് ഇന്നേ നിമിഷം വരെ, ഇന്നത്തെ ദിവസം വരെ ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ആൾക്കാരില്ല, എത്ര കഴിച്ചാലും ശരീരത്തിന് കൊള്ളാത്ത ആൾക്കാരുണ്ടാവില്ലേ, ആ ഒരു ഗണത്തിൽപ്പെട്ടതായിരിക്കും ഈ നായ്. ഇത് പ്രസവിച്ചിട്ട് രാത്രിയിലാണ് പ്രസവിച്ചെന്ന് തോന്നുന്നു. പിറ്റേന്ന് രാവിലെ വെറും വയറോടെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് പ്രസവിച്ചത് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ നിമിഷം തന്നെ ഞങ്ങൾ ചോറ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നായ്കൾക്കൊക്കെ കൊടുക്കണം എന്ന് ആരും അങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ബാംഗ്ലൂരിൽ ഇഷ്ടംപോലെ നായ്കളുണ്ട്. ഞങ്ങളെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഈ നായ്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താ പറയുക, മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. നമ്മളെ മുഹമ്മദ് ബഷീറൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ പിന്നെ എന്താ പറയുക, അങ്ങനെ കൊടുക്കണമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കേണ്ട അതിലൊരു ഓഹരി കൊടുക്കാൻ ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. അത് ആർക്കായാലും ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതൊന്നും ഒരു മടിയില്ലാത്ത ആൾക്കാരാണ്. പിന്നെ എന്താ പറയുക, അങ്ങനെ ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ വിഷമമായി, അതുകൊണ്ട് ഇട്ടതാണ്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടിട്ടതൊന്നല്ല. പിന്നെ അത് ഞങ്ങളുടെ സ്വന്തം നായിയല്ല. ഈ പിന്നെ ഇപ്പോൾ നാട്ടിലൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന നായില്ലേ, അതുപോലത്തെ നായിയാണ്. അപ്പം ഇന്നെങ്ങാണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് കേസ് എടുത്തിട്ടുണ്ട്. ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്കൾക്ക് ഭക്ഷണം കൊടുത്തവർക്കെതിരെയൊക്കെ കേസ് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയുള്ള നായ്കളുണ്ടെങ്കിൽ, അലഞ്ഞു തിരിയുന്ന അഗ്രസീവായ നായ്കൾക്ക് ഉണ്ടെങ്കിൽ അതിനെ വന്ധ്യംകരിക്കുക. നെക്സ്റ്റ് ജനറേഷൻ ഇല്ലാത്ത രീതിയിൽ നായ്ക്കളെ വന്ധ്യംകരിക്കുക. നമ്മളെ ബാംഗ്ലൂരിലൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ പിന്നെ കടയിലേക്ക് വരുന്ന സുന്ദരിനെയൊക്കെ വന്ധ്യംകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ പഞ്ചായത്തിലത്തെ ആൾക്കാരും പിന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണല്ലേ. ഓരോ പഞ്ചായത്തിലത്തെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ കേരളം എന്നുള്ളത് ഒരുപാട് പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ആ നമ്മുടെ കേരളം അതോടെ നന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ശുഭരാത്രി. പിന്നെ നായ്ക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ മഹാനുഭാവന് ആശംസകൾ, ഉപദേശത്തിന് നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.